ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. നമ്മൾ പുതിയ ടാറ്റ അൾട്രോസ് ഫേസ് ലിഫ്റ്റിൻ്റെ ടെസ്റ്റിംഗ് ഇമേജ് കാണാൻ തുടങ്ങിയിട്ട് അധികം കാലമായിട്ടില്ല. കൂടിപ്പോയി കഴിഞ്ഞാൽ 2-3 മാസമായി കാണുമായിരിക്കും. അപ്പോൾ തൊട്ടാണ്, അതായത് ഈ വർഷം സ്റ്റാർട്ടിങ് തൊട്ടാണ് ഇതിൻ്റെ ഇമേജസ് ഒക്കെ വന്നു തുടങ്ങിയത്. പക്ഷേ എന്തായാലും വണ്ടി അവർ വളരെ പെട്ടെന്ന് തന്നെ ലോഞ്ച് ചെയ്യാൻ തീരുമാനിച്ചു. സാധാരണ ടാറ്റ എങ്ങനെ പോയാലും ഒരു 7-8 മാസമെങ്കിലും ടെസ്റ്റ് ചെയ്തിട്ടാണ് വണ്ടികൾ ഇറക്കാറുള്ളത്. ചിലപ്പോൾ ഒരു വർഷം അതിൽ കൂടുതലൊക്കെ പോകാറുണ്ട്. പഞ്ചൊക്കെ അവർ കുറേ കാലം ടെസ്റ്റ് ചെയ്തായിരുന്നു. പക്ഷേ ഇത് അത്യാവശ്യം മൈനറായിട്ടുള്ളൊരു ഫേസ് ലിഫ്റ്റ് ആയതുകൊണ്ടായിരിക്കാം ഒരുപാട് ടെസ്റ്റിംഗ് ഒന്നും ഇല്ലാതെ പെട്ടെന്ന് തന്നെ വണ്ടി ഇറക്കുന്നത്. എന്തായാലും ഇതിൻ്റെ ആദ്യത്തെ ടീസർ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് ആകെ ഒരെണ്ണേ വന്നിട്ടുള്ളൂ. ഇനിയിപ്പോൾ നിങ്ങൾ കാണുമ്പോഴേക്കും ബാക്കി ടീസേഴ്സ് വല്ലവർ ഇറക്കുമെന്നറിയില്ല. എന്തായാലും ഈ വരുന്ന മെയ് 9 ഈ വാഹനത്തിൻ്റെ റിവ്യൂല് പറഞ്ഞിരിക്കുന്നത്. പിന്നെ അധികം ലേറ്റ് ആക്കാതെ മെയ് 22 തന്നെ ഇതിൻ്റെ പ്രൈസ് പറയും. അതുപോലെ ഡെലിവറി മെയ് 25 മുതലൊക്കെ കൊടുത്തു തുടങ്ങുന്നതാണ് അവർ പറയുന്നത്. ടീസർ നിങ്ങൾ ഓൾറെഡി കണ്ടു. അതിൻ്റെ അകത്തുനിന്ന് ഈ വാഹനത്തിൻ്റെ ഏകദേശം ഡിസൈനൊക്കെ മനസ്സിലായി കാണും. ഇതിൻ്റെ മെയിൻ ഹെഡ്ലൈറ്റൊക്കെ ഓൺ ആവാത്തതിന് മുന്നേ ആ DRL മാത്രം നോക്കാനാണെങ്കിൽ സത്യം പറഞ്ഞ ഒരു ചെറിയ ഹാരിയർ നെക്സോൺ ആ ഒരു വൈബൊക്കെ വരുന്നുണ്ട്. ആ DRLസിൻ്റെ ഡിസൈൻ ഏകദേശം അതുപോലെ ആയിട്ടുണ്ട്. പ്രീ ഫേസ് ലിഫ്റ്റ് അൾട്രോസിൻ്റെ അകത്ത് DRLs ഒരു താഴെ ഫോഗ് ലാമ്പിൻ്റെ കൂടെയായിരുന്നു വെച്ചിരുന്നത്. ഇപ്പോൾ അത് മാറ്റിയിട്ട് മെയിൻ ഹെഡ് ലാമ്പിൻ്റെ ടോപ്പ് പോർഷനിലായിട്ട് തന്നെ അത് ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. അത് കാണാൻ അത്യാവശ്യം രസമുണ്ട്. ആൻഡ് വാഹനത്തിൻ്റെ മൊത്തത്തിലുള്ള ഒരു എന്താ പറയുക പ്രൊപ്പോർഷൻസും കാര്യങ്ങളൊക്കെ നോക്കാനാണെങ്കിൽ അതിൻ്റെ അകത്ത് അങ്ങനെ കാര്യമായിട്ടുള്ള വ്യത്യാസം വന്നിട്ടില്ല. പക്ഷേ ഹെഡ്ലൈറ്റിൻ്റെ ഡിസൈൻ അത്യാവശ്യം മാറിയിട്ടുണ്ട്. കുറച്ചുകൂടെ സ്ലീക്ക് അല്ലെങ്കിൽ സ്ലിം ആയിട്ടുണ്ട് എന്ന് പറയാം. ഇതിന് മുന്നേ അത്യാവശ്യം വലിയ ഹെഡ്ലൈറ്റ്സ് ആയിരുന്നു. ഇപ്പോൾ ഇതിനകത്ത് LED ലൈറ്റ്സ് ഒക്കെ വന്നിട്ടുണ്ട്. നേരത്തെ നമുക്ക് പ്രൊജക്ടർ ഹെഡ്ലൈറ്റ്സ് കിട്ടുമായിരുന്നെങ്കിലും അത് LED അല്ലായിരുന്നു. സാധാരണ ഹാലജൻ പ്രൊജക്ടർ ബൾബ്സ് ആണ് അവർ കൊടുത്തുകൊണ്ടിരുന്നത്. ഇത് പക്ഷേ കുറച്ചും കൂടെ കണ്ടിട്ട് നല്ല രസമുണ്ട്. അതുപോലെ തന്നെ ഫോഗ് ലാമ്പും അവർ LED ആക്കിയിട്ടുണ്ട്. അതിൻ്റെ ഡിസൈൻ കുറച്ച് സ്ലിം ആക്കിയിട്ടുണ്ട്. അത് ആ സെയിം താഴത്തുണ്ടായിരുന്ന ഒരു പോർഷനിൽ തന്നെയാണ് ഇപ്പോഴും കൊടുത്തിരിക്കുന്നത്. പിന്നെ ഫ്രണ്ടിൽ നമുക്ക് നോക്കുമ്പം ഗ്രില്ലിൻ്റെ ഡിസൈനിൽ ചെറിയ വ്യത്യാസം വന്നായിട്ട് കാണാം. ടാറ്റയുടെ ലോഗോ ഒരു ക്രോം മാറ്റി ഒരു എന്താ പറയുന്നത് 3D ലോഗോ അല്ലാതെ 2D പോലത്തെ ഫോം ആക്കിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് നമുക്ക് ലോഗോയുടെ താഴത്തായിട്ട് ചെറിയൊരു എയർവെൻ്റ് പോലത്തെ പോർഷൻ കാണാം. അതിൻ്റെ അകത്ത് തന്നെ ഒരു ചെറിയ ക്യാമറ കൊടുത്തിട്ടുണ്ട്. 360 ഡിഗ്രി ക്യാമറയുടെ സംഭവമാണ് അത് അവിടെ വരുന്നത്. അതുപോലെ ബമ്പറിൻ്റെ ഡിസൈനിലാണെങ്കിലും വ്യത്യാസം കാണാൻ പറ്റും. കുറച്ചും കൂടെ സ്പോർട്ടി ആയിട്ടുള്ളൊരു പ്രൊഫൈൽ ആക്കിയിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം ഫ്രണ്ട് ഡിസൈൻ. ഇത്രയൊക്കെയാണ് ഇവർ ഇതിൻ്റെ അകത്ത് ഇപ്പം ഫ്രണ്ട് പ്രൊഫൈൽ കാണിച്ചതിൽ നിന്ന് നമുക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ. ഇനി സൈഡ് പ്രൊഫൈലിൽ അലോയ്സിൻ്റെ ഡിസൈനിൽ എന്തായാലും വ്യത്യാസം ഉണ്ടാകും. പക്ഷേ ഞാനിപ്പോൾ ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവർ ഇറക്കിയിരിക്കുന്ന ടീസറിൽ അലോയ് കാണിച്ചിട്ടില്ല. ആകെ നമുക്കറിയാൻ പറ്റിയിരിക്കുന്ന ഫ്ലഷ് ഫിറ്റിംഗ് ഡോർ ഹാൻഡിൽസിൻ്റെ കാര്യമാണ്. അത് പക്ഷേ ഒരു ടീസറിൽ വരുന്നതിന് മുന്നേ വണ്ടി ടെസ്റ്റിംഗ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് തന്നെ നമ്മൾ കണ്ടതാണ് ഫ്ലഷ് ഫിറ്റിംഗ് ഡോർ ഹാൻഡിൽസ് ഉള്ള കാര്യം. അത് ഇതിൻ്റെ ടീസർ വീഡിയോയിൽ തന്നെത്താനെ പുറത്തേക്ക് വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. കെർവിൽ ഇലക്ട്രിക്കലി പുറത്തേക്ക് വരുന്ന സംവിധാനം ഇല്ലായിരുന്നു. ആദ്യമായിട്ട് കെർവിലാണ് അവർ ഫ്ലഷ് ഫിറ്റിംഗ് ഡോർ ഹാൻഡിൽസ് കൊടുത്ത്. ഡിസൈനൊക്കെ ഏകദേശം അതുപോലെയാണ്. നമുക്ക് അതിൻ്റെ അകത്ത് സെൻസർ വരുന്നുണ്ട്. അതുപോലെ ചെറിയൊരു LED വരുന്നുണ്ട് എവിടെയാണ് ഡോർ ഹാൻഡിൽ എന്ന് രാത്രി മനസ്സിലാക്കാനായിട്ട്. അത് ഇലക്ട്രിക്കലി പുറത്തോട്ട് വരുമായിരുന്നെങ്കിൽ നല്ലൊരു ഫീച്ചറായിരുന്നു, അറ്റ്ലീസ്റ്റ് ടോപ്പ് എൻഡിലെങ്കിലും. കാരണം കർവിൽ നമ്മളത് ഉപയോഗിച്ച് നോക്കുന്ന സമയത്ത് ഞാനത് ഉപയോഗിച്ചപ്പം കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. നമുക്കത് ഡെയിലി യൂസ്ഡ് ആവാൻ കുറച്ച് സമയം എടുക്കും. കാരണം അകത്തോട്ട് പ്രസ് ചെയ്ത് പിടിച്ചിട്ടൊക്കെ തുറക്കണം. XUV700 ഇതിവിടെ ആദ്യമായിട്ട് പോപ്പുലറായി തുടങ്ങിയത്. അതിൻ്റെ അകത്ത് പക്ഷേ അറ്റ്ലീസ്റ്റ് ടോപ്പ് എൻഡിലെങ്കിലും ഇലക്ട്രിക് ആയിരുന്നു. എന്തായാലും കാണാൻ നല്ലതാണ്. പിന്നെ റിയർ ഡോർ ഹാൻഡിൽസ് ഇപ്പോഴും നമ്മുടെ ആ ഒരു C-പില്ലർ മൗണ്ടർ ആയിട്ട് തന്നെയാണ് വരുന്നത്. അത് ഫ്ലഷ് ഫിറ്റിംഗ് അല്ല. ഇനി അടുത്ത ഡിസൈൻ ചേഞ്ച് വരുന്ന റിയർ പ്രൊഫൈലിൻ്റെ കാര്യത്തിലാണ്. ഇവിടെ ടെയിൽ ലാംപ്സിൻ്റെ ഡിസൈനിലൊക്കെ അവർ ഒരുപാട് വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. നേരത്തെ നമുക്ക് ഹാലജൻ ടെയിൽ ലാംപ്സ് ആയിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത്. ഒരു സ്മോക്ഡ് ഫീലുള്ള ഹാലജൻ ടെയിൽ ലാംപ്സ് വിത്ത് ഒരു മൊത്തം ഗ്ലോസി ബ്ലാക്ക് ഏരിയ അങ്ങനെയായിരുന്നു അൾട്രോസിൻ്റെ ഡിസൈൻ വന്നത്. 2020 അത്യാവശ്യം മോഡേൺ ആയിരുന്നു. ഇപ്പോൾ നോക്കാനാണെങ്കിൽ ചെറുതായിട്ട് ഔട്ട്ഡേറ്റഡായി വരുന്നുണ്ടായിരുന്നു. പക്ഷേ എന്തായാലും ഇപ്പോൾ അവരൊരു ഷേപ്പ് ടെയിൽ ലാംപ്സിൻ്റെ ഡിസൈനാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ എനിക്കിത് നമ്മുടെ നെക്സോണിൻ്റെ ഫേസ് ലിഫ്റ്റ് വരുന്നതിന് മുന്നേ സൈഡിലത്തെ ടെയിൽ ലാംപ്സിൻ്റെ ഒക്കെ ഒരു ഡിസൈൻ ഉണ്ടായിരുന്ന പോലെ എനിക്ക് പേഴ്സണലി തോന്നി. കുറേയൊക്കെ നമ്മുടെ നെക്സോണിൻ്റെ ടെയിൽ ലാമ്പ് ഇൻസ്പയർ ചെയ്ത പോലെയും തോന്നുന്നുണ്ട്. കണക്റ്റഡ് ടെയിൽ ലാമ്പായിട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. കാണാൻ വലിയ കുഴപ്പമില്ല, പക്ഷേ സബ്ജക്റ്റീവ് ആയിരിക്കും തോന്നുന്നു. ചിലപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോളണമെന്നില്ല. ഒരുപാട് വ്യത്യാസം ടെയിൽ ലാംപ്സിൻ്റെ ഡിസൈനിൽ അങ്ങനെ വരുത്തിയിട്ടില്ല. കണക്റ്റഡ് ആക്കി പിന്നെ എൻഡിലുള്ള ആ ഒരു ഡിസൈൻ എലമെൻ്റൊക്കെ കുറച്ച് മാറ്റി ഫുൾ LED ആക്കിയെന്നേ ഉള്ളൂ. പിന്നെ റിയർ ക്യാമറ വരുന്നുണ്ട്. അൾട്രോസിൻ്റെ ബാഡ്ജിങ്ങിൽ ചെറിയ വ്യത്യാസമുണ്ട്. കുറച്ച് പരത്തിയാണ് ഇപ്രാവശ്യം എഴുതിയിരിക്കുന്നത്. അതുപോലെ തന്നെ ബാക്കിലത്തെ ബമ്പറിൻ്റെ ഡിസൈനും നല്ല വ്യത്യാസം വന്നിട്ടുണ്ട്. കുറച്ചുകൊണ്ട് സ്പോർട്ടി ആയിട്ടുള്ളൊരു ബമ്പറിൻ്റെ ഡിസൈനാണ്. നേരത്തെ ഫുൾ ബോഡി കളർ ആയിരുന്നു, ചെറിയ ഒരു ബ്ലാക്ക് പോർഷൻ ഉണ്ടായിരുന്നു. ഇപ്പോൾ പക്ഷേ ഒരു ബ്ലാക്ക് പോർഷൻ കൂട്ടിയിട്ടുണ്ട്. പിന്നെ റിയർ ഫോഗ് ലാമ്പ് ഒന്നും ഇതിൻ്റെ അകത്ത് കാണാനില്ല. നേരത്തെ റിയർ ഫോഗ് ലാമ്പ് ഉണ്ടായിരുന്നു, ഇപ്പോൾ അതെടുത്ത് കളഞ്ഞെന്ന് തോന്നുന്നു. ഇനി അതിന് പുറമെ റിയർ വൈപ്പർ വാഷർ, ഡിഫോഗർ അങ്ങനത്തെ സെറ്റപ്പ് എല്ലാം തന്നെ വരുന്നുണ്ട്. സോ ഇതാണ് ഓവറോൾ നമ്മുടെ ടാറ്റ അൾട്രോസ് ഫേസ് ലിഫ്റ്റിൻ്റെ എക്സ്റ്റീരിയർ ഡിസൈനെ പറ്റി പറയാൻ പറ്റുന്നത്. ഇൻറ്റീരിയറിൻ്റെ ഫോട്ടോസൊക്കെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഞാൻ ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതുവരെ പുറത്ത് വിട്ടിട്ടില്ല. പക്ഷേ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു വെച്ച് ഓൾമോസ്റ്റ് ടാറ്റയുടെ ഇപ്പോഴത്തെ നെക്സോണിൻ്റെയും പഞ്ചിലും ഒക്കെ കിട്ടുന്ന ആ ഫീച്ചേഴ്സൊക്കെ തന്നെ ഇതിൻ്റെ അകത്തും ഉണ്ടാകും. അതായത് 10.25 ഇഞ്ചസിൻ്റെ പുതിയ ഇൻഫർടൈൻ സിസ്റ്റം, അത് അൾട്രോസ് റേസറിൽ ഓൾറെഡി വന്നായിരുന്നു. അതിൻ്റെ ടോപ്പ് എൻഡിലും അവർ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ 360 ഡിഗ്രി പാർക്കിംഗ് ക്യാമറ
ആയിക്കോട്ടെ, അതുപോലെ നമ്മുടെ പുതിയ ടച്ച് ബേസ്ഡ് ആയിട്ടുള്ള AC കൺട്രോൾസ് ഇതിനകത്ത് വരുന്ന എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഓവറോൾ ഡാഷ്ബോർഡിൻ്റെ ഡിസൈൻ ആണെങ്കിലും കുറച്ചൊക്കെ വ്യത്യാസം വരുന്നതായിട്ട് പറയുന്നുണ്ട്. ചിലപ്പം നമ്മുടെ ഈ നെക്സോൺ ഫേസ് ലിഫ്റ്റ് ഒക്കെ വന്ന പോലെ മാറ്റങ്ങൾ വന്നേക്കാം. അതുപോലെ ടാറ്റയുടെ പുതിയ 2 സ്പോക്ക് സ്റ്റിയറിംഗ് വീൽ ഇതിനകത്ത് വരാനുള്ള എല്ലാ സാധ്യതയുണ്ട്. പിന്നെ 10.25 ഇഞ്ചസിൻ്റെ പുതിയ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് നമുക്ക് വ്യത്യാസങ്ങളായിട്ട് പറയാൻ പറ്റുന്നത്. 360 ക്യാമറ, അതുപോലെ ഫ്രണ്ട് വെന്റിലേറ്റഡ് സീറ്റ്സ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി മെൻഷൻ ചെയ്തായിരുന്നു. പിന്നെ വയർലെസ് ചാർജറൊക്കെ ഇതിനകത്ത് ഓൾറെഡി ഉള്ള കാര്യങ്ങളാണ്. ഇതിനൊക്കെ പുറമെ ഒരു സിംഗിൾ പെയിൻ സൺറൂഫ് നമുക്ക് ഇപ്പോഴും അൾട്രോസിൽ കിട്ടുന്നുണ്ട്. അത് അവർ CNG ഇറക്കിയപ്പോൾ തൊട്ട് കൊടുത്തുകൊണ്ടിരുന്നൊരു സംവിധാനമായിരുന്നു. ബൈ ദ വേ അവർ ടെസ്റ്റിങ്ങിൻ്റെ കൂടെ CNG മോഡലും കൂടെ ടെസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ഫേസ് ലിഫ്റ്റിൽ. അതുകൊണ്ട് എന്തായാലും ഇറക്കുമ്പം എല്ലാം കൂടെ ഒരുമിച്ച് ഇറക്കാനാണ് സാധ്യത. ഇത് ഇറക്കി കുറച്ച് കാലത്തിന് ശേഷം പിന്നീട് CNG ഇറക്കാനുള്ള സാധ്യത കുറവാണ്. അങ്ങനെ ആയിരുന്നുവെങ്കിൽ CNGയുടെ ടെസ്റ്റിംഗ് അവർ ഫേസ് ലിഫ്റ്റ് നേരത്തെ ടെസ്റ്റ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ അങ്ങനെ ചെയ്യില്ലായിരുന്നു. എന്തായാലും അത് നമുക്ക് നോക്കാം. അധികം വൈകാതെ തന്നെ അറിയാൻ പറ്റും. റിവീലിൻ്റെ സമയത്ത് തന്നെ അവർ പറയുമായിരിക്കും CNG ഇറക്കോ ഇല്ലയോ എന്നുള്ളതൊക്കെ. എന്തായാലും കേരളത്തിൽ പൊതുവേ അങ്ങനെ CNG യൂസേഴ്സിൻ്റെ എണ്ണം കുറച്ച് കുറവാണെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. കൂടുതലും ടാക്സി യൂസേഴ്സാണ് അത് എടുക്കാറുള്ളത്. അല്ലാതെ കൺസ്യൂമേഴ്സായിട്ട് വാങ്ങുന്നവർ CNG മോഡൽസ് എടുക്കുന്ന കുറവാണ്. എന്തായാലും ഇതിൻ്റെ അകത്ത് വരുന്ന എഞ്ചിൻ ഓപ്ഷൻസിലൊന്നും വേറെ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. അതുപോലെ വാഹനത്തിൻ്റെ പ്ലാറ്റ്ഫോം തുടങ്ങിയ കാര്യങ്ങളൊന്നും യാതൊരു വ്യത്യാസമില്ല. നമുക്കിപ്പം 3 എഞ്ചിൻ ഓപ്ഷൻസാണ് ഇതിനകത്ത് കിട്ടുന്നത്. ഒന്ന് 1.2 ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് 3 സിലിണ്ടർ പെട്രോൾ എഞ്ചിനാണ്. 86 PS പവറിനടുത്തും അതുപോലെ 113 Nm ടോർക്കുമാണ് ജനറേറ്റ് ചെയ്യുന്നത്. ഇത് നമുക്ക് 5 സ്പീഡ് മാനുവലിൽ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ 6 സ്പീഡ് ഡ്യുവൽ ക്ലച്ച് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനിലും കിട്ടുന്നുണ്ട്. പിന്നെ വരുന്നത് 1.2 ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിനാണ്. അതിപ്പോൾ റേസർ മോഡലാണ് കിട്ടുന്നത്. പുതിയ വണ്ടി വരുമ്പം റേസർ ഉണ്ടാവും എന്നുള്ളതൊക്കെ കണ്ടറിയേണ്ടി വരും. ഇതിൻ്റെ അകത്ത് നെക്സോണിൻ്റെ സെയിം 120 PS പവറും അതുപോലെ 170 Nm ടോർക്കും കിട്ടുന്നുണ്ട്. 6 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷന് മാത്രമേ ഈ ഒരു ഓപ്ഷൻ നമുക്ക് കിട്ടുന്നുള്ളൂ, ഓട്ടോമാറ്റിക്കലി കിട്ടുന്നില്ല. പിന്നെ വരുന്നത് 1.5 ലിറ്റർ ഡീസൽ എഞ്ചിനാണ്. അത് 90 PS പവറാണ് ജനറേറ്റ് ചെയ്യുന്നത്. അതും നമുക്ക് മാനുവലിൽ മാത്രമേ ഉള്ളൂ, ഓട്ടോമാറ്റിക്കലി ഇതുവരെ അവർ കൊടുത്തു തുടങ്ങിയിട്ടില്ല. ഈ വാഹനം മാത്രമാണ് ഇപ്പോൾ ഇതിൻ്റെ സെഗ്മെൻറ്റിൽ ഡീസൽ എഞ്ചിൻ ഓഫർ ചെയ്യുന്ന ഒരു വാഹനം. ബാക്കി എല്ലാത്തിൽ നിന്നും ഡീസൽ എഞ്ചിൻ എടുത്ത് കളഞ്ഞു. പണ്ട് i20 ഉണ്ടായിരുന്നു, അതിപ്പോൾ ഇല്ല. ഗ്ലാൻസയിലും ബലേനോയിലും ഒക്കെ, ഗ്ലാൻസയിൽ ഓൾറെഡി ഇല്ലായിരുന്നു. ബലേനോയിൽ ഒരു പണ്ട് 2020 മുന്നേ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ എന്തായാലും നിർത്തിയിട്ട് കുറേ കാലമായി, 5 വർഷത്തിന് മുകളിലായി. 1.3 DDIS ആണ് കൊടുത്തുകൊണ്ടിരുന്നത്. ഇവരിത് സത്യം പറഞ്ഞ് എത്രയും പെട്ടെന്ന് ഇറക്കാൻ പ്ലാൻ ചെയ്തതായിരുന്നോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം ഹാരിയർ EV പുതിയതായിട്ട് അവർ കഴിഞ്ഞതിൻ്റെ മുന്നത്തെ മാസം കാണിച്ചാണ്. അത് കഴിഞ്ഞ മാസം വരും എന്ന് പറഞ്ഞു, കഴിഞ്ഞ മാസം വന്നില്ല. ഈ മാസം വരും എന്ന് പറഞ്ഞിരുന്നു. അത് ഈ മാസം ഇനിയിപ്പോൾ വരില്ല എന്ന് തോന്നുന്നു. കാരണം അല്ലെങ്കിൽ പിന്നെ അൾട്രോസിൻ്റെ ലോഞ്ച് ഈ മാസം കൊണ്ട് വെക്കില്ലായിരുന്നു. അത് മാറ്റിയിട്ടാണ് ഇപ്പോൾ അവർ ഇത് ഇറക്കാൻ പോകുന്നത്. എനിക്ക് തോന്നുന്നു മിക്കവാറും അതിലെന്തെങ്കിലും ചെറിയ കുറച്ച് പുതിയ അഡീഷൻസ് ഒക്കെ വരുത്താനായിരിക്കാം അതിൻ്റെ ലോഞ്ച് ഇപ്പോൾ ഇത്രയും ഡിലേ ആക്കിക്കൊണ്ട് പോകുന്നതെന്ന്. അല്ലെങ്കിൽ അൾട്രോസ് ഫേസ് ലിഫ്റ്റ് ഇത്രയും പെട്ടെന്ന് ഇറക്കും എന്നാരും പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു. ഇതിപ്പം വളരെ പെട്ടെന്നൊരു സർപ്രൈസ് ആയിട്ടാണ് ഈ മാസം ഈ വണ്ടി ഇറങ്ങുന്നു എന്നുള്ളതൊക്കെ വന്നത്. പിന്നെ ടീസറും വളരെ പെട്ടെന്ന് തന്നെയായിരുന്നു വന്നത്. എനിവേ ഗൈസ്, ഇതാണ് നമുക്കിപ്പോൾ അൾട്രോസ് ഫേസ് ലിഫ്റ്റിനെ പറ്റി ലേറ്റസ്റ്റ് ആയിട്ട് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ. നിങ്ങൾക്ക് എക്സിസ്റ്റിംഗ് വാഹനത്തിന് എന്തെങ്കിലും ചെറിയ ആക്സറീസോ ക്ലീനിങ് പ്രൊഡക്ട്സോ ഒക്കെ വേണമെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ പ്രൊഡക്ട്സ് ടാഗ് ചെക്കൗട്ട് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്കും സബ്സ്ക്രൈബും ഷെയറും കൂടെ ചെയ്തേക്കുക. നമ്മളിപ്പോൾ 1 lakh സബ്സ്ക്രൈബേഴ്സ് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ആക്കാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.